തിരക്കിട്ടോടുന്ന തിരുവനന്തപുരത്തിൻ്റെ രാത്രികൾക്ക് കാവലിരിക്കുന്നവർ, കേറിക്കിടക്കാൻ ഇടമില്ലാതെ കടവരാന്തകളിലും വഴിയോരങ്ങളിലും പാലത്തിൻ്റെ ചുവടുകളിലും അഭയം തേടുന്നവർ. ഇത് അവരെക്കുറിച്ചാണ്, അവരുടെ ജീവിതമാണ്. സമയം രാത്രി 11 മണി. തിരുവനന്തപുരം നഗരത്തിന്റെ മൂലകളിൽ ഒരു പുതപ്പിന്റെ സുരക്ഷ പോലുമില്ലാതെ ചുരുണ്ടുകൂടുകയാണ് ഈ മനുഷ്യർ. മഴ പെയ്താലും നനയാതെ കിടക്കാമെന്നതിനാൽ പാലങ്ങൾ ഇവരിൽ ചിലർക്ക് ആശ്രയമാകുന്നു. തകരപ്പറമ്പിലെയും ബൈപ്പാസിലെയും മേൽപ്പാലങ്ങൾക്ക് കീഴിൽ വർഷങ്ങളായി അന്തിയുറങ്ങുന്നവർ നിരവധിയാണ്. മിക്കപ്പോഴും പോലീസ് വിരട്ടിയോടിക്കും. കിടക്കാൻ ഇടമില്ലാത്തതിനാൽ വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ. കോർപ്പറേഷൻ്റെ ആളുകൾ വന്ന് ഇവിടെ കിടക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കി പോലീസുകാരന്മാരെ കൊണ്ടുവന്ന് അടുപ്പിച്ചു. പോലീസുകാരൻ കഴിഞ്ഞ ആഴ്ചയും വന്ന് ലാത്തി വെച്ച് അടിക്കും. എനിക്കാണെങ്കിൽ അമ്മയും ഇല്ല, ചേച്ചിമാരും ഇല്ല, ആങ്ങളമാരും ഇല്ല, എല്ലാം മരിച്ചുപോയി. ആരുമില്ല. തല ഓപ്പറേഷൻ ചെയ്ത് കാല് തളർന്ന് ഇപ്പം കണ്ണിന് കുഴപ്പമായിട്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ രൂപത്തിൽ പാഞ്ഞെത്തുന്ന അപകടങ്ങളെ മാത്രമല്ല ഇവർക്ക് ഭയക്കാനുള്ളത്. ഇരുട്ടിന്റെ മറവിൽ പരതിയെത്തുന്ന ചില കൈകൾ, ചില നോട്ടങ്ങൾ, ചില ഭീഷണികൾ. കിടക്കാൻ സമ്മതിക്കണില്ല. ഒരു സാമ്പത്തിക രോഗി വന്ന് 300 രൂപയ്ക്ക് അവന് കിടന്നു കൊടുക്കാൻ 300 രൂപ തരാം, പൈസ തന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ മനസ്സിലായ ഇപ്പോൾ അങ്ങോട്ട് പോയി അവൻ. കൂടെയുള്ളവരെ തൊട്ടാൽ തല്ലാൻ വടിയുമായി ഉയിരും കയ്യിൽ പിടിച്ച് കാവലിരിക്കുന്ന ഈ അമ്മമാരെ പോലെയുള്ളവരുടേത് കൂടിയാണ് രാത്രിയിൽ തലസ്ഥാനം. ആര് വന്നാലും കണ്ട ഇതാണ് അടയാളം. ഒരുത്തൻ വന്ന് ഈ പെണ്ണ് അവിടെ കിടന്നപ്പം വന്ന് ഇങ്ങനെ തട്ടണം, കമ്പ് മാറും മുതൽ 2 എണ്ണം കൊടുത്തപ്പോൾ എൻ്റെ മുതലെന്ന് പറഞ്ഞ് ഇങ്ങനെ തട പോയി. അതാണ് എൻ്റെ കണക്ക്. ഞാൻ കൊടുക്കുമെന്ന് വെച്ചാൽ കൊടുക്കും. അതിനാണ് ഇത് വെച്ചേക്കണത്. ബസ് സ്റ്റാൻഡുകൾ, കടത്തിണ്ണകൾ, അമ്പലപ്പറമ്പുകൾ, ഇങ്ങനെ കിടപ്പാടമില്ലാത്തവർ രാവ് വെളുപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഇടങ്ങൾ ഇനിയും തലസ്ഥാനത്തുണ്ടാം. നാട്ടികയിലുണ്ടായ ദുരന്തം ഈ നാട്ടിലെവിടെയെങ്കിലും ആവർത്തിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വിളിച്ചോതുകയാണ് ഈ കണ്ടു കഴിഞ്ഞ ദൃശ്യങ്ങൾ. അതെങ്ങും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കാര്യക്ഷമമായി അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചിലത് ചെയ്തു തീർക്കാൻ ബാക്കിയില്ലേ എന്ന ചോദ്യം കൂടി നിലനിർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.